നമസ്കാരം. ചെണ്ട പഠിക്കുന്ന പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇടത്തെ കൈയിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ ഇടത്തെ കൈയിൻ്റെ ഒരു സ്പീഡ് കൂട്ടാൻ പറ്റിയ പാടക്കൈകൾ ഏതെങ്കിലും പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ അതിന് പറ്റിയ പാടക്കൈകൾ നമുക്ക് ചിലതുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ വലം തക്കിട്ട ഇടം തക്കിട്ട ഒക്കെ കൊട്ടുന്ന അതേ സ്പേസിലുള്ളൊരു പാടക്കൈയാണ്. അതിൻ്റെ വായ്ത്താരി വരുന്നത് ന ഗ ഗ ന ന ക ന ന ന ഗ ഗ ന ന ക ന ന ഗ ഗ ന ന ക ന ന ന ഗ ഗ ന ന ക ന. അപ്പോൾ അതിൽ ഇടത്തെ കൈ 2 തവണ ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടത്തെ കൈയിൻ്റെ ആ ഒരു കൺട്രോള്, അതേപോലെ ഇടത്തെ കൈയിൻ്റെ വേഗത ഒക്കെ കൂട്ടാൻ പറ്റിയൊരു പാടക്കൈയാണിത്. തായമ്പക നന്നാക്കാൻ അല്ലെങ്കിൽ തായമ്പക ബെറ്റർ ആക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ അവർക്കൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു പാടക്കൈയാണ് ഈ ഒരു പാടക്കൈ. അപ്പം അത് നമുക്കൊന്ന് കൊട്ടി നോക്കാം. ഈ ഒരു പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇടത്തെ കൈയിൻ്റെ വേഗത, അതുപോലെ ഗ ക എന്നുള്ളതിലെ വൃത്തി, ഇതൊക്കെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് ഒരു തായമ്പകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇടത്തെ കൈയിൻ്റെ ക്ലാരിറ്റിയാണ് ആ ഒരു തായമ്പകൻ്റെ ലെവല് എത്ര നന്നായിട്ടാണത് ഓഡിയൻസിലേക്ക് എത്തുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാക്ടീസ് കൃത്യമായിട്ട് മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഇടത്തെ കൈയിൻ്റെ ക്ലാരിറ്റി, അതുപോലെ ഇടത്തെ കൈയിൻ്റെ വേഗത ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. ഇടത്തെ കൈയിന് പ്രാധാന്യമുള്ളൊരു പാടക്കൈയാണെന്ന് പറഞ്ഞെങ്കിലും കോല് പ്രയോഗത്തിന് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. 3 തവണ തക്കിടേൻ്റെ മറിയുണ്ട്, 1 തവണ തരികിടേൻ്റെ മറിയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ന ഗ ഗ ന ന ക ന ന ന ഗ ഗ ന ന ക ന ന ഗ ഗ ന ന ക ന ന ന. അപ്പോൾ രണ്ടാമത് വരുന്നത് തരികിടേൻ്റെ മറയാണ്. ആദ്യം തക്കിടേൻ്റെ മറയാണ്, രണ്ടാമത് തരികിടേൻ്റെ മറയാണ്, പിന്നെ 2 തവണയും തക്കിടേൻ്റെ മറയാണ്. അപ്പോൾ ന ഗ ഗ ന ന ക ന ന ന ഗ ഗ ന ന ക ന ന ഗ ഗ ന ന ക ന ന ന. അവിടെ തരികിടയാണ്. രണ്ടാമത് വരുന്നത് തരികിടേൻ്റെ മറയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.